ഞാനിവിടെ ബോറടിച്ചിരിക്കുകയായിരുന്നു. തുടങ്ങിക്കളെ. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് പെട്ടെന്ന് ഞാൻ റീലില് തീർത്തിട്ട് പോവാം. ഈശ്വര, ഓരോന്നോരോന്നായി പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. ഇത്രയും നാളായിട്ട് തിരിച്ച് ഒരാളുടെ അടുത്തോ അല്ലെങ്കിൽ പേഴ്സണലി എനിക്ക് ക്രിയേറ്റേഴ്സ് ആയിട്ട് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അറിയുന്ന ആൾക്കാരുണ്ട്, വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതുവരെ ഒരാളുടെ അടുത്ത് ഞാൻ പോയിട്ട് തൊപ്പി ഇങ്ങനെയാണ്, തൊപ്പി ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ തെളിവ് കാണിക്കാനോ ഒരു പ്രശ്നത്തിന് ഞാൻ പോയിട്ടില്ല. ഞാൻ ആ ഹേറ്റ് മൊത്തം എടുത്തു വാങ്ങി. ബിക്കോസ് ഐ ബിലീവ്ഡ് ഓക്കെ ഇതൊരു പോയിന്റ് കഴിഞ്ഞ് കഴിയുമായിരിക്കും, നിൽക്കുമായിരിക്കും എന്ന് പറഞ്ഞ് മിണ്ടാണ്ടിരുന്നു. പക്ഷേ ഇത്രയും വൃത്തികെട്ട ഒരു മനുഷ്യനെ എൻ്റെ കരിയർ കണ്ടിട്ടില്ല. ഇത് അവിടെ നിന്ന് തുടങ്ങിയ ഹേറ്റാണ്. ആൻഡ് ഞാൻ ഇന്ന് ഹക്കീമിന്റെ സ്റ്റോറി ഉണ്ട് അബൌട്ട് ദിസ് ഗർഭം പ്രഗ്നൻസി ഇഷ്യൂ. പ്രഗ്നൻസി ഇഷ്യൂ എനിക്ക് അറിയുന്ന സംഭവം കൂടെയാണ്. അപ്പുറത്തോട്ട് എനിക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ അറിയുകയും ഞാൻ ആ വീട്ടിൽ നിന്നിട്ടുള്ള ആളുമാണ്. അപ്പൊ നിങ്ങളൊക്കെ ഈ ഇഷ്യൂ അറിയുന്നതിന് ഒരു 3 വർഷം മുന്നേ തുടങ്ങിയ തൊട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയാം. പക്ഷെ ഞാൻ അതെവിടെയും പറയാനോ കണ്ടന്റ് ആക്കാനോ പോയിട്ടില്ല. എനിക്ക് കണ്ടന്റ് ആക്കാനാണെങ്കിൽ എനിക്ക് കണ്ടന്റ് ആക്കാൻ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടായിരുന്നു. ഇത് നിങ്ങളെല്ലാരും ഇത് സത്യം അറിയണം, മനസ്സിലായോ? അത്ര എനിക്കുള്ളൂ. ഇതിന്റെ സത്യാവസ്ഥ അറിയണം. ഇവനൊക്കെ MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുനിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണം എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. നിങ്ങൾ സത്യം കണ്ട് സത്യം ബോധ്യമായിട്ട് അത് വിശ്വസിക്കുക. ഇപ്പൊ ഹക്കീം ഇട്ട കാര്യമാണേലും ആര് ചെയ്യുന്ന വീഡിയോസ് ആണെങ്കിലും അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി വിശ്വസിക്കുക. നിങ്ങൾ ഈ നല്ലതെന്ന് വിചാരിക്കുന്ന ആൾക്കാരൊന്നും നല്ലതായിരിക്കില്ല. നിങ്ങൾ ഈ കാണുന്ന ഒന്നുമല്ല ആൾക്കാരുടെ റിയൽ മുഖം. 100% ഞാൻ യോജിക്കുന്നു. എന്റെ ആരുടെ അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. എല്ലാവരുടെ കാര്യം ബേസിക്കലി പറയുന്നത് ആരുടെ. അപ്പൊ അന്തം വിട്ട് ഒരാളെ ആരാധിക്കാണ്ടിരിക്കുക. ബിക്കോസ് യു നെവർ നോ അവർ പുറകിൽ എന്താ ചെയ്യുന്നതെന്ന്. ഞാൻ കണ്ടിട്ടുള്ള ആളാണ്, എനിക്ക് നന്നായിട്ട് ഇതിന്റെ എക്സ്ട്രീം അറിയാം. ഇവനെ പോലുള്ള പബ്ലിക് ന്യൂസൻസുകളെ ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ച് കൊന്ന് ഇവന്റെ തല തെരുവ് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കണം. അത്രയും വേണോ സാർ? വേണം. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. അനിയാ പോട്ടെ, അമ്പി പോനെ പോട്ടറ. അറിയൊന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?